ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ മാനിഫെസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. ഈ സ്ഥലം ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥലമായി വിശ്വസിക്കപ്പെടുന്നു. രാമായണത്തിൽ പ്രതിപാദിക്കുന്ന അനേകം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഹിന്ദുമത വിശ്വാസികൾക്ക് ഇവിടം അതീവ ശ്രേഷ്ഠവും വിശുദ്ധവുമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ കാണുന്ന ഭാഗമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം. ഇതിനകത്തേക്ക് മൊബൈൽ ഫോൺ അനുവദനീയമല്ലാത്തതിനാൽ ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ചകൾ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി രാം ലല്ല അഥവാ ബാലനായ ശ്രീരാമചന്ദ്രനാണ്. കർണാടകയിലെ മൈസൂർ സ്വദേശിയായ അരുൺ യോഗിരാജാണ് രാം ലല്ലയുടെ വിഗ്രഹം നിർമ്മിച്ചത്. രാംലല്ല ക്ഷേത്രം 3 നിലകളിലുള്ള ഒരു വലിയ നിർമ്മിതിയാണ്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 360 അടി നീളവും 235 അടി വീതിയും 161 അടി ഉയരവുമുണ്ട്. മനോഹരമായ ഇന്ത്യൻ വാസ്തുശില്പകലയുടെ ഉത്തമ ഉദാഹരണമാണ് രാമജന്മഭൂമി ക്ഷേത്രം. ഈ ക്ഷേത്രം പരമ്പരാഗത നാഗര ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ പിങ്ക് സാൻഡ്സ്റ്റോൺ ആണ് പ്രധാന നിർമ്മാണ വസ്തു. സിമെന്റിന്റെയും ഇരുമ്പിന്റെയും ഉപയോഗം വളരെ കുറച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഗുജറാത്തിലെ പ്രശസ്ത ക്ഷേത്രശില്പികളായ സോംപുര കുടുംബത്തിൽ നിന്നുള്ള ശില്പികളാണ് ക്ഷേത്രത്തിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിൽ പുരാതന ഭാരതീയ വാസ്തുശാസ്ത്ര സിദ്ധാന്തങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ചുമരുകളിലും കൽത്തൂണുകളിലും സൂക്ഷ്മങ്ങളായ കൊത്തുപണികളും ദേവീദേവന്മാരുടെ ശില്പങ്ങളും കൂടാതെ രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങളും ഒത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗവും ആത്മീയതയും സൗന്ദര്യവും ഒരുമിച്ച് പ്രതിഫലിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 2024 ജനുവരി 22 നടത്തപ്പെട്ടത്. ഈ ചടങ്ങിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മോദിജിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് അയോധ്യയിൽ സംഭവിച്ചത്. പുതിയ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം, റോഡുകളുടെയും
മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം എന്നിങ്ങനെ എല്ലാ കോണിലും സമഗ്ര വികസനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് അയോധ്യയിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഭക്തർ ദിവസം തോറും വന്നു പോകുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇന്ന് അയോധ്യ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.